പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ ദിവസം നിങ്ങൾക്കെങ്ങനെയുണ്ട്? ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം മറക്കരുത്. യേശു എൻ്റെ കൂടെയുണ്ട്. യേശു എൻ്റെ കൂടെ നടന്നു വരുന്നു. ഞാൻ യേശുവോടൊത്ത് നടക്കുന്നു. ചില സമയത്ത് നാം അത് മറക്കുന്നു, യേശുവിനെ അറിയാതെ പോകുന്നു. ചില പരിതസ്ഥിതികൾ നമുക്ക് മറവിയുണ്ടാക്കും. അപ്പോഴാണ് നമുക്ക് ഭയം, ഭീതി, പലതരം ബാധിപ്പുകൾ, കുഴപ്പം ഇവയെല്ലാം ഉണ്ടാകുന്നത്. എന്നാൽ യേശു എൻ്റെ കൂടെയുണ്ട്, എന്നെ വഴി നടത്തുന്നു എന്ന വിശ്വാസം, ആ അനുഭവത്തിൽ ശരിയായിരുന്നാൽ എന്ത് നടന്നാലും ഭയമുണ്ടാവില്ല, കുഴപ്പമുണ്ടാവില്ല, പരിഭ്രമമുണ്ടാവില്ല. ചിലപ്പോൾ ലോകത്തിലായതുകൊണ്ട് ഭയപ്പെടുത്തുന്ന പരിതസ്ഥിതികളും പരിഭ്രമങ്ങളും വ്യാകുലതകളുമൊക്കെ ഉണ്ടാകും. പക്ഷേ അത് ദൈവത്തെ അറിയിച്ചാൽ ഉടനെ ദൈവം അതിലിടപെടുന്നു. എൻ്റെ കുഞ്ഞ്, എൻ്റെ മകൻ, എൻ്റെ മകൾ, എന്നെ വിശ്വസിച്ച് എന്നെ കൈപിടിച്ച് നടത്തുന്ന മകൾ, അവർക്കുത്തരവാദി ഞാനല്ലേ എന്ന് ദൈവം ഉടൻ തന്നെ പ്രവർത്തിക്കും. ഇന്നും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വചനം തന്നിരിക്കുന്നു. അതായത് 25-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ ദാവീദ് എന്നൊരു ഭക്തൻ, അയാൾ ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തിന്റെ ഹിതമനുസരിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. അയാൾ പറയുന്നു, എനിക്ക് മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എന്റെ സങ്കടങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ദൈവമേ, എന്റെ മനസ്സിൽ വ്യാകുലതകൾ വർദ്ധിച്ചിരിക്കുന്നു. അതായത് ദൈവത്തോട് മനസ്സ് തുറന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. വ്യാകുലത, ഒരു വ്യാകുലത ഉണ്ടാകുമ്പോൾ അത് നമ്മെ ബാധിക്കുന്നു. ആ വ്യാകുലത വർദ്ധിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ വ്യാകുലത വർദ്ധിച്ചുകൊണ്ടേയിരുന്നാൽ എന്താണ് സംഭവിക്കുക? ആ വ്യാകുലത നമ്മുടെ ഉള്ളിൽ ഒരു ബാധിപ്പുണ്ടാക്കി മനസ്സ് തളരാൻ ഇടയാക്കും. പരിഭ്രമം, ചില സമയത്ത് വ്യാകുലത വർദ്ധിക്കുമ്പോൾ എന്തായിത്തീരും എന്നൊരു ഭയമുണ്ടാകും. അത് വർദ്ധിക്കുമ്പോൾ വ്യാകുലതയുണ്ടായാൽ അത്ര തന്നെ നമ്മുടെ വിഷമങ്ങളുടെ മൂർധന്യാവസ്ഥയാണ് വ്യാകുലത. അപ്പോൾ എന്താകും? അത്ര തന്നെ. മനുഷ്യൻ വ്യാകുലതയിലാകുന്ന സമയത്താണ് എന്തിന് ജീവിക്കണം എന്നൊരു ചിന്തയുണ്ടാവുന്നത്. ഇതുപോലെയുള്ള ജീവിതം എന്തിന് ജീവിക്കണം എന്നൊരു തോന്നൽ. വ്യാധി അധികമായിരിക്കുന്നു, പ്രശ്നം അധികമായിരിക്കുന്നു, പോരാട്ടം അധികമായിരിക്കുന്നു. വ്യാകുലത വർദ്ധിക്കുമ്പോൾ ഇനി എന്തിന് ജീവിക്കണം എന്ന ചിന്ത മനസ്സിൽ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ സാത്താൻ കയറി വരും. ഭയവും ഭീതിയും ഉണ്ടായാൽ ഉടനെ പിശാച് കയറിക്കൂടി, എന്തിന് ജീവിക്കണം, ഇനി ജീവിക്കേണ്ട, ആത്മഹത്യ ചെയ്യ്, ജീവിതം അവസാനിപ്പിച്ചേക്ക് എന്നൊരു ചിന്ത പിശാച് നിങ്ങളെക്കൊണ്ട് തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും. മറുവശത്ത് ദൈവം നമ്മെ കാണുന്നുണ്ട്. ദൈവം പറയും, എൻ്റെ മക്കൾ എൻ്റെ അടുത്തേക്ക് വരണം, എൻ്റെ അടുത്തേക്ക് വരണം. ദാവീദ് വ്യാകുലത വർദ്ധിച്ച് ദൈവത്തോട്, ദൈവമേ, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ദൈവം അയാളെ ആ വ്യാകുലതയിൽ നിന്നും വിടുവിച്ച് വാർദ്ധക്യം വരെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നു എന്ന് ബൈബിളിൽ പറയുന്നു. അപ്പോൾ നിങ്ങൾക്കിനിയും നാളുകളുണ്ട്, ആശീർവാദമുള്ള ദിവസങ്ങൾ. സാത്താൻ ഭയപ്പെടുത്തി എല്ലാം തീർന്നു, ഇനി രക്ഷയില്ല എന്ന് നിങ്ങളോട് പറയുന്നു. ദൈവം പറയും, അല്ല, നിനക്ക് ഞാനുണ്ട്, ഇതെല്ലാം ഞാൻ മാറ്റും. വ്യാകുലതയോടെ ഇരുന്ന ദാവീദിനെ ഞാൻ സഹായിച്ചില്ലേ, നിന്നെയും സഹായിക്കുമെന്ന് നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. നിങ്ങൾ മനസ്സ് തുറന്ന് വ്യാകുലതയെ മാറ്റി, ദൈവമേ, എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല, എന്നെ സഹായിക്കണേ യേശുവേ എന്ന് അപേക്ഷിച്ചു നോക്കൂ. ഉടൻ തന്നെ ഒരു വലിയ മാറ്റമുണ്ടാകും. നിങ്ങൾ ഹൃദയത്തിൽ കൈവയ്ക്കൂ. മകനെ, മകളെ, കൈവെക്കൂ. കണ്ണുകൾ അടച്ച്, യേശുവേ, എന്റെ വ്യാകുലതയെ ഞാൻ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. അങ്ങേക്കതറിയാം, ഇത് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കൂ. പിതാവേ, ഈ മകൾ പ്രാർത്ഥിക്കുന്നു, ഈ മകൻ പ്രാർത്ഥിക്കുന്നു, വ്യാകുലപ്പെട്ടിരിക്കുന്നു, കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പരിഭ്രമിക്കുന്ന മനസ്സോടെയിരിക്കുന്നു. ദാവീദിന്റെ വ്യാകുലതകളെയെല്ലാം മാറ്റി അനുഗ്രഹിച്ചില്ലേ, ഇവർക്ക് ഇന്ന് തന്നെ ഒരു അത്ഭുതം ചെയ്യണമേ. വ്യാകുലതകളെല്ലാം മാറട്ടെ, ശാശ്വതമായി മാറാൻ ഒരു അത്ഭുതം ചെയ്ത് അനുഗ്രഹിക്കണമേ. അങ്ങ് അത്ഭുതം ചെയ്യുന്നു, തൊടുന്നു, നന്ദി. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ